ഹജ്ജ് ഇന്ന് സ്കരിക്കണ്ട, നാളെ സ്കരിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ നാളെ സ്കരിക്കണതിന് മുന്നേ ഞാൻ മരിച്ചു പോയാലോ? നമുക്കിപ്പോൾ വലിയ പൊസിഷനിൽ എത്തണം നല്ലൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം. നമ്മളെ റിലീജിയനിൽ നമുക്ക് അത്ര വിശ്വാസം വേണം. ഈ മോന്റെ വാക്കുകൾ എന്നെ ഏറെ ചിന്തിപ്പിച്ചു. ഈ പരിശുദ്ധമായ പ്രജബന്ധ നിസ്കാരത്തിന്റെ വാർഷിക മാസത്തിലല്ലാതെ പിന്നെ ഇതിനെപ്പറ്റി ഞാൻ എപ്പോ പറയാനാണ്? ഈ ലോകത്തൊരിക്കലും നഷ്ടപ്പെടാത്തൊരു പ്രണയത്തെപ്പറ്റി ഞാൻ പറയട്ടെ. കൂടെ നിന്ന് ചതിക്കാത്തൊരു മധുരമുള്ള സ്നേഹത്തെപ്പറ്റി, പാതി വഴിയിൽ ഉപേക്ഷിക്കാത്തൊരു കരുതലിനെ, മനസ്സ് നീറിപ്പുകയുന്ന സമയത്തില് ആശ്വാസത്തിന് വേണ്ടി ചേർത്ത് പിടിക്കുമ്പോൾ മടുപ്പ് തോന്നി തട്ടിമാറ്റി പോകാത്തൊരു ഇഷ്ടത്തെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരട്ടെ. ഇതിന് ഫ്ലെക്സ് ബോർഡ് വെക്കേണ്ട ആവശ്യമില്ല, പാലഭിഷേകം നടത്തേണ്ട ആവശ്യമില്ല, ജിന്ദാബാ വിളിച്ച് സമയം കളയണ്ട. എല്ലാ ദിവസവും 5 നേരം ഉടമയായ റബ്ബിന്റെ മുമ്പിൽ അടിമകൾ ഹൃദയം സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന നിസ്കാരത്തെക്കാൾ മധുരമുള്ള ഒരു പ്രണയത്തെ നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞുതരാൻ കഴിയും? ഇതാണ് യഥാർത്ഥ പ്രണയം. മറ്റൊരു ആരാധനയ്ക്കുമില്ലാത്ത പ്രത്യേകത നിസ്കാരത്തിന് മാത്രമായിട്ടുണ്ട്. അറിയോ നിങ്ങൾക്കത്? ബാക്കിയെല്ലാം അള്ളാഹു തആല ജിബീൽ എന്ന മാലാഖയെ ഇടനിലക്കാരനാക്കി ഭൂമിയിലേക്ക് ഇറക്കിയതാണ്. നിസ്കാരം അങ്ങനല്ല. അള്ളാഹു നേരിട്ട് ആകാശ ലോകത്ത് വെച്ച് മുത്തുനബിക്ക് കൊടുത്ത സമ്മാനമാണ് നിസ്കാരം. അതുകൊണ്ട് തന്നെ ഇതിച്ചിരി സ്ട്രോങ് ആണ് കേട്ടോ. ബാക്കി എല്ലാ ആരാധനകൾക്കും പല സമയത്തും വിട്ടുവീഴ്ചയുണ്ട്. ഒരാൾ രോഗിയാണെങ്കിൽ അത് മാറിയിട്ട് നോമ്പെടുത്ത് വീട്ടിയാൽ മതി. നിത്യരോഗിയാണെങ്കിൽ ഫിദിയ പ്രായച്ചിത്തം ചെയ്താൽ മാത്രം മതി. ഹജ്ജിന് മുതലുകൊണ്ട്, ആരോഗ്യം കൊണ്ട്, സാഹചര്യം കൊണ്ട് കഴിവില്ല എങ്കിൽ ഹജ്ജ് ചെയ്യൽ നിർബന്ധമില്ല. സക്കാത്തിന് സമ്പത്ത് കൊണ്ട് കഴിവില്ലാത്തവൻ കൊടുക്കേണ്ട ആവശ്യം ഇല്ല. എല്ലാ ആരാധനകൾക്കും വിട്ടുവീഴ്ച വെച്ച പടച്ചവൻ പറഞ്ഞു, എന്റെ നിസ്കാരത്തിൽ മാത്രം വിട്ടുവീഴ്ചയില്ല. കഴിവുള്ളവൻ നിൽക്കണം, അതിനും കഴിവില്ലാത്തവൻ ഇരിക്കണം. അല്ലെങ്കിൽ മലർന്നു കിടക്കണം, ചരിഞ്ഞു കിടക്കണം. വ്യത്യസ്തമായ മേഖല അവന്റെ കഴിവനുസരിച്ച് എന്ത് ചെയ്യണം? അവൻ നിസ്കരിക്കണം. ഒന്നിനും കഴിയാത്ത ഒരാള് കൽബ് കൊണ്ടെങ്കിലും നിസ്കരിക്കണം. ഒരാളെ ബന്ദിയാക്കി പൂട്ടിയിട്ടിരിക്കുന്നു, കെട്ടിയിട്ടിരിക്കുന്നു, അവനും ചലിക്കാൻ കഴിയാത്ത അവസ്ഥയാണെങ്കിലും അവന്റെ ഹൃദയം കൊണ്ട് അവൻ നിസ്കരിക്കണം. ആകാശ ലോകത്ത് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോഴും ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴും അവന് കിബിലെ അറിയില്ലെങ്കിലും ഏത് മാർഗത്തിലാണെങ്കിലും നിസ്കാരത്തിന്റെ സമയത്തെ പരിഗണിച്ച് കഴിയുന്ന പോലെ നിസ്കരിക്കുകയും പിന്നീട് അതിനെത്തുകയും ചെയ്യണം. ഒരാൾക്ക് ദൂരയാത്രയാണ്, ഇടയിൽ ഇറങ്ങാൻ കഴിവില്ലെങ്കിൽ ജന്മം കസുറുമാക്കി ചുരുക്കി കൂട്ടിച്ചേർത്ത് നിസ്കരിക്കണം. ഒരാൾക്ക് പൊതുവെടുക്കാൻ വെള്ളത്തിന് പ്രയാസമുണ്ടെങ്കിൽ അവൻ തയമ്മം ചെയ്യണം. യുദ്ധത്തിന്റെ സമയമാണെങ്കിലും പേടിച്ചോടുന്നവനും വ്യത്യസ്തമായ രൂപത്തിൽ നിസ്കരിക്കൽ നിർബന്ധമാണ്. എന്നാൽ ഇത്രയും ഗൗരവമുള്ള നിസ്കാരത്തെ നമ്മൾ എത്ര ഗൗരവത്തിൽ എടുക്കുന്നുണ്ടോ? 3 വഖത്ത് നിസ്കാരം ഖളായവൻ ഇസ്ലാമിൽ നിന്ന് പോലും പുറത്താകുമെന്ന് പഠിപ്പിച്ച മഹത്തുക്കളുണ്ട്. കൊല്ലാൻ വന്നവർക്ക് പോലും പൊതുമാപ്പ് കൊടുത്ത നബി തന്റെ ഒരു അസർ നിസ്കാരം ഖളാ ആക്കാൻ കാരണക്കാരനായ സമൂഹത്തിനെതിരെ അവരുടെ ഖബർ തീ കൊണ്ട് നിറക്കണേ എന്ന് ദുആ ചെയ്തിട്ടുണ്ട്. ഗൗരവം മനസ്സിലായോ? നിസ്കാരം ഒഴിവാക്കിയ ഒരാൾ അവസാന ഘട്ടത്തിൽ തൗബ ചെയ്തുകൊണ്ട് സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. എന്താണ് നിസ്കരിക്കാത്തവന്റെ തൗബ? മുഴുവൻ നിസ്കാരങ്ങളും ഖളാ വീട്ടിയ ശേഷം റബ്ബിനോട് തൗബ ചെയ്താൽ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഓർത്താൽ നന്ന്.